ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അധ്യാത്മരാമായണ ആരംഭത്തിൽ ദേവതാവന്ദനം, ഗുരുവന്ദനം, ഇഷ്ടദേവതാ പ്രാർത്ഥന, അതോടൊപ്പം സകല വിദ്വാൻമാരെയും അഭിവന്ദിച്ചുകൊണ്ട് ശാസ്ത്ര പ്രകാശം തന്നുള്ളിൽ നല്ലപോലെ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിച്ച ഭാഗം. അവിടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളത് ഇങ്ങനെ ദേവന്മാരെയും വ്യാസ വാൽമീകി മഹർഷിമാരെയും ഒക്കെ വന്ദിച്ച ശേഷം ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും വന്ദിച്ചു. എല്ലാ ചരാചര പ്രപഞ്ചത്തെയും വന്ദിച്ച് ജഗതി ചരാചര ജാതികളായുള്ള സകലരെയും വന്ദിച്ചു. ആ ഒരു ഭാവന, പ്രകടിത ഭാവങ്ങളെല്ലാം ഏകനായ ഈശ്വരൻ്റെ വിഭൂതികൾ എന്നുള്ള ഭാവന, അത് സുദൃഢമായിരിക്കുന്ന ഒരു തലത്തിൽ മാത്രമേ സകല ചരാചര പ്രപഞ്ചത്തെയും വന്ദിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കൂ. ആ ഒരു മഹിമയും നമ്മളിവിടെ കണ്ടു. അഗ്രജൻ മമ സതാം വിദുഷാമഗ്രേസരൻ മദ്ഗുരുനാഥൻ അനേകാന്തേവാസികളോടും ഉൾക്കൊരുന്നിങ്കൽ വാഴുക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും. തൻ്റെ ജ്യേഷ്ഠനെ വന്ദിക്കുകയാണ്. പിതൃസമനായ ജ്യേഷ്ഠൻ, വിദ്വാനായ വിദുഷാം അഗ്രേസരനായ ജ്യേഷ്ഠനെ വന്ദിക്കുന്നു. അതോടൊപ്പം അനേക അന്തേവാസികളോടുകൂടി അനേകം അന്തേവാസികൾക്ക് വിദ്യ ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് കഴിയുന്ന മദ്ഗുരുനാഥൻ, അനേക അന്തേവാസികളോടും കൂടി എൻ്റെ ഉൾക്കുരുന്നിങ്കൽ മാനസത്തിൽ വാഴുക. അവിടെ ഗുരുനാഥൻ്റെ പേര് രാമനാമാചാര്യൻ, രാമൻ എന്ന് പേരുള്ള ആചാര്യൻ. അതോടൊപ്പം ജ്യേഷ്ഠനെയും ചേർത്ത് പറഞ്ഞതുകൊണ്ട് ജ്യേഷ്ഠൻ്റെ പേരും രാമൻ തന്നെ. അതുകൊണ്ടാകുന്നു രാമാനുജൻ എഴുത്തച്ഛൻ എന്ന് പ്രസിദ്ധി. ഇങ്ങനെ അനേക അന്തേവാസികളോടുകൂടെ താമസിക്കുന്ന, അനേക ശിഷ്യ സഞ്ചയത്തോടു കൂടിയ തൻ്റെ ഗുരുനാഥൻ രാമനെന്ന് പേരുള്ള ആചാര്യനെ, അതുപോലെ ഗുരുകുലത്തിൽ മറ്റ് തനിക്ക് അധ്യാപനം ചെയ്ത മുഖ്യന്മാരായ മറ്റെല്ലാ ഗുരുഭൂതന്മാരെയും ഞാനിതാ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് ഗുരുവന്ദനം പൂർത്തിയാക്കുക. ഇവിടെ നിന്നാണ് രാമായണത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവിടെ രാമായണ മാഹാത്മ്യത്തെ ബോധിപ്പിച്ചുകൊണ്ട് രാമായണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഉണ്ടില്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനിപ്രവരനായി വന്നതു കണ്ടു ധാതാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീ മഹാരാമായണം ചമയ്ക്കെന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം, വാണിയും വാൽമീകി തൻ നാവിന്മേൽ വാണിയിടിനാൾ.
വാണീട് കൗവണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. ഇവിടെ നമുക്ക് ലഭിച്ചതിൽ ആദികാവ്യമായ ആദ്യ ഇതിഹാസമായ രാമായണം വാൽമീകീയം. ഇവിടെ രാമായണ മാഹാത്മ്യത്തിൽ ശതകോടി പ്രവിസ്തരം എന്ന് പറയപ്പെടുന്ന ബ്രഹ്മവിരചിതമായ രാമായണത്തെക്കുറിച്ച് പുരാണ പരാമർശമുണ്ട്. ആ പുരാണ പരാമർശത്തെ ഇവിടെ സ്വീകരിച്ചിരിക്കുകയാണ്. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം. പണ്ട് ബ്രഹ്മാവിനാൽ വിരചിക്കപ്പെട്ട രാമായണമുണ്ടായിരുന്നു. 100 കോടി ഗ്രന്ഥമുണ്ട്. 100 കോടി ഗ്രന്ഥം. ശതകോടി പ്രവിസ്തരം എന്നാണ് സംസ്കൃതത്തിലെ മൂലത്തിൽ. ശതകോടി പ്രവിസ്തരം, 100 കോടി ശ്ലോകങ്ങളിൽ വിസ്തൃതമായ രാമായണം. ഇല്ലത് ഭൂമി തന്നിൽ. അതൊരിക്കലും ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. അത് ബ്രഹ്മലോകത്തിൽ ഉള്ള രാമായണമാണ്. അത് ഒരു വിശ്വാസം എന്ന നിലയ്ക്ക് തുടർന്ന് പറഞ്ഞതായി നമുക്ക് സ്വീകരിക്കാം. ഇനി ഗ്രന്ഥമഹിമയെ സൂചിപ്പിച്ച് സജ്ജനങ്ങളുടെ ശ്രദ്ധയെ കൂടുതൽ രാമായണ പഠനത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയാവാം. കാരണം ഏത് വിധേനയായാലും സദ്ഗ്രന്ഥങ്ങളിലേക്ക് സമാജത്തിൻ്റെ സജ്ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ വേണ്ടി പല പ്രയോഗങ്ങളും ആചാര്യന്മാർ ചെയ്യാറുണ്ട്. അർത്ഥവാദം അതിൽ മുഖ്യമാണ്. അർത്ഥവാദത്തിൻ്റെ ഭാഗമായി തന്നെ പ്രശംസാർത്ഥം ഇപ്രകാരം പറയാം. അപ്പോൾ ഈ രാമായണം നിസ്സാരമല്ല. 100 കോടി ഗ്രന്ഥങ്ങളോടൊത്ത് ബ്രഹ്മാവിനാൽ വിരചിക്കപ്പെട്ടതിൻ്റെ ഒരു ആവിഷ്കാരമാണിത് എന്ന് പറയുമ്പോൾ അതിൻ്റെ മഹിമാബോധമാണ് അനുവാചകനിലുണ്ടാവുന്നത്. അങ്ങനെ പറഞ്ഞതാവാം. ഏതായാലും ആ ഒരു രാമായണത്തെ ഭൂമിയിലേക്ക് തന്നു വാൽമീകി മഹർഷി. രാമനാമത്തെ ജപിച്ചൊരു കാട്ടാളൻ മുന്നം. രത്നാകരൻ എന്ന തീർത്തും അഹിതമായ അധാർമികമായ വൃത്തിയെ ആശ്രയിച്ചുകൊണ്ട് പിടിച്ചുപറിയും മോഷണവുമൊക്കെയായി കഴിഞ്ഞിരുന്ന, കാട്ടിൽ നിവസിച്ചിരുന്ന കാട്ടാളൻ സപ്തർഷിമാരുടെ അനുഗ്രഹവും ഉപദേശവും ലഭിക്കാനിടയായി. തുടർന്ന് അതിതീവ്രമായ തപസ്സിലൂടെ മഹർഷി പദവിയെ പ്രാപിച്ചു. അദ്ദേഹമാണ് വാൽമീകിയായി തീർന്നത് എന്നുള്ള ഐതിഹ്യപ്രധാനമായ പുരാണഭാഗം. പുരാണത്തിൽ തന്നെ കഥകൾ, ഐതിഹ്യപ്രധാനമായ ഭാഗങ്ങളൊക്കെയുണ്ട്. അപ്പോൾ പുരാണത്തിലെ ഐതിഹ്യപ്രധാനമായിരിക്കുന്ന ഭാഗം അതെടുത്ത് പറയുകയാണ്. പണ്ട് രാമനാമത്തെ ജപിച്ച കാട്ടാളൻ മാമുനി പ്രവരനായി വന്നു, മഹർഷി ശ്രേഷ്ഠനായി വന്നു. അവിടെ രാമനാമത്തെ ജപിച്ച എന്ന് പറയുമ്പോൾ സപ്തർഷിമാരുടെ ഉപദേശമനുസരിച്ച് അവർ വ്യത്യയമായിട്ട് ഉപദേശിച്ചു എന്നാണ് അധ്യാത്മരാമായണ മൂലത്തിൽ കാണുന്നത്. വ്യത്യയമായിട്ട് ഉപദേശിച്ചു, വിപരീതമായിട്ട് ഉപദേശിച്ചു. അതായത് രാമശബ്ദത്തെ തിരിച്ച് മര എന്ന് ഉപദേശിച്ചു എന്നാണ് അധ്യാത്മരാമായണ മൂലത്തിൽ നമുക്ക് കാണുന്നത്. അപ്പോൾ മരാമ രാമ 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 എന്ന് ജപിച്ച് അദ്ദേഹം സിദ്ധനായി മാറി. ഇത് പറയുന്ന സമയത്ത് മലയാളത്തിൽ, കേരളത്തിൽ പ്രസിദ്ധമായൊരു കഥ ഓർമ്മിക്കുകയാണ്. സപ്തർഷിമാർ രത്നാകരന് ആമരം ഈമരം എന്ന് ചൂണ്ടിക്കാണിച്ച് ചൊല്ലാൻ പറഞ്ഞു കൊടുത്തു എന്ന്. അത് കഥ നല്ലത് തന്നെ, പക്ഷേ അസ്വീകാര്യമാകുന്നു. കാരണം ആ മരം ഈ മരം തുടങ്ങിയത് മലയാളത്തിലേ ഉള്ളൂ, ഒരിക്കലും സംസ്കൃതത്തിലില്ല. എന്ന് മാത്രമല്ല വ്യത്യയേന ഉപദിദേശ എന്ന് അധ്യാത്മരാമായണ മൂലത്തിലുണ്ട് താനും. അതുകൊണ്ട് നിരന്തരമായി രാമനാമത്തെ ജപിച്ച് മഹാമുനിയായി തീർന്നു വാൽമീകി. ആ വാൽമീകിയാൽ രചിക്കപ്പെട്ടു രാമായണം. ആ വിഷയമാണ് പറഞ്ഞ് തുടങ്ങുന്നത്.
അതെങ്ങനെ നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.